കുബേരയോഗം മൂലം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദരിദ്രനായ കുചേലനെ പോലും കോടീശ്വരനാക്കിയ മഹായോഗമാണ് കുബേരയോഗം. മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം കിട്ടാൻ സാധ്യതയുള്ള യോഗം കൂടിയാണ് കുബേരയോഗം. ആ യോഗമാണ് 1200 ആണ്ടിന്റെ രണ്ടാം പകുതി ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് സംഭവിക്കുക. ഇതൊക്കെ ഏതൊക്കെ നക്ഷത്രത്തിനാണ് ലഭിക്കാൻ പോകുന്നതെന്നും എന്ത് സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നാളുകളിലേക്ക് കടക്കാം. ഇത് നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വിഷുവിന് മുമ്പ്, അതായത് മേടത്തിന് മുമ്പ് കുബേര യോഗം അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തും. ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടി വരും. അതായത് നിങ്ങൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നടന്നിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടങ്ങളൊക്കെ നിങ്ങളെ തേടി വരും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജാതകത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഏപ്രിൽ 1 മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർതംകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള വിഷമങ്ങളൊക്കെ മാറി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കടന്നു വരുന്നതായിരിക്കും. ഇതിലെ വിജയത്തിലേക്ക് നയിക്കുന്ന കുറേ സാമ്പത്തിക വികാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കും. അതുപോലെ തന്നെ ധനമൊക്കെ ഇടപാടുകളിലൊക്കെ നല്ല വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനലാഭമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ്. വിശാഖക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വളരെയധികം ഉള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങുന്ന എന്ത് കാര്യങ്ങളും അത് 100% നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റും. എന്തൊരു കാര്യം, ഒരു പ്രാരംഭം തുടങ്ങാനോ ഒരു സംരംഭം തുടങ്ങാനോ എന്തെന്നായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റും. കുബേര യോഗം തന്നെ നിങ്ങൾക്കുണ്ടാവും. അതായത് നിങ്ങൾ എത്ര കഷ്ടപ്പാടിലാണെങ്കിലും നിങ്ങൾ ദൈവം കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സമയമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും തൊട്ടകല നിങ്ങൾക്ക് 100% പൊന്നിയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ് വിശാഖക്കാർക്ക്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജീവിതത്തിൽ സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നിങ്ങൾ കഴിഞ്ഞ കാലം ഒന്ന് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു സമയമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ കുബേര യോഗം വന്നെത്തുന്നതോടെ വളരെയധികം അത് നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അലിഞ്ഞില്ലാതായി പോകും. നിങ്ങളൊക്കെ എനിക്കോ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഇനി എന്ത് കുബേരയോഗം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ്. രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറേ സമയമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചതിവൊക്കെ പറ്റി നിൽക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ ഇപ്പോൾ. പക്ഷേ ഈ ഏപ്രിൽ 1 തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുബേര യോഗം കടന്നു വരുന്നതിനാൽ നിങ്ങൾ എന്ത് കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ എന്തൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഐശ്വര്യം കടന്നു വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നാവ് പൊന്നിയായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള അലച്ചിലും ഒക്കെ മാറി ജീവിതത്തിൽ സന്തോഷ അനുഭവങ്ങളൊക്കെ കടന്നു വരും. അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷ അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ മേടം 1 തീയതിക്ക് മുമ്പ് ജീവിതത്തിൽ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണംകാരാണ്. തിരുവോണംകാരെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹങ്ങൾ, ചിലപ്പോൾ ഒരു വീട് വെക്കണമെന്നോ അഥവാ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ ഏപ്രിലിന് മുമ്പ്. അതായത് ഏപ്രിൽ 1 തീയതി തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനമായ ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് കാര്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്ത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ തടസ്സങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നൊരു സമയമാണ്. എന്നാൽ ഈ മഹാകുബേര യോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു, നിങ്ങൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു, നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം, അതായത് നിങ്ങൾ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ 100% പറയുകയാണ്, നിങ്ങൾക്ക് അനിഴം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഏപ്രിൽ 1 തീയതി മുതൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞ ഈ 8 നക്ഷത്രക്കാരെ പേടിയാണ് മഹാകുബേര യോഗം ഈ മേടമാസത്തിന് ഇവിടെ കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ ഈ 8 നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ